ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിക്കേഴ്സ് ചെയ്യാമെന്ന് നോക്കാം. കുട്ടികളുടെ ഒരു ഫേവറേറ്റ് സാധനമാണല്ലേ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ അമ്മമാർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ്. വെരി ഈസി ആയിട്ടുള്ള സാധനമാണ്. കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, കാരണം അത്രയ്ക്കും ഈസി ആയിട്ടുള്ളൊരു സ്റ്റിക്കേഴ്സാണ്. ആദ്യം തന്നെ ഒരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട ക്യാരക്ടേഴ്സ് വരച്ച് കൊടുക്കാം. ഇങ്ങനത്തെ ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് വരച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അറിയാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രിൻ്റ് ഔട്ട് എടുത്താലും മതിയാവും. അപ്പോൾ ഒന്നും കൂടി നമ്മൾ പ്രിൻ്റസ്റ്റ് നോക്കെ നല്ല ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടും നമുക്കിങ്ങനെ സ്റ്റിക്കർ ചെയ്യാം. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളൊന്ന് റഫായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനൊരു ഫൈനായിട്ടുള്ള മാർക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു ബോർഡറായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട കളറ്, അതിന് സൂട്ടാകുന്ന പോലത്തെ കളറൊക്കെ നമുക്ക് അതിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിലേക്കും കളറൊക്കെ ചെയ്ത് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസും വേറെ ആയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് അതിന് വെച്ച് കട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ആ വൈറ്റ് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി സ്റ്റിക്കറായി ചെയ്തിട്ടാകുമ്പോൾ അതൊന്നും കൂടി ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. സ്റ്റിക്കറിനൊക്കെ ഒന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടത് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കട്ടായിട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടത് ബേക്കിംഗ് പേപ്പർ എന്നൊക്കെ പറയും. ബേക്കിംഗ് പേപ്പറാണ്. അപ്പോൾ ഈ ബേക്കിംഗ് പേപ്പർ നമുക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്യുക. അതായത് നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റിക്കറിൻ്റെ സൈസിൽ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അതിന് ശേഷം ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സെല്ലോ ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സെല്ലോ ടാപ്പ് എടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ആ ബേക്കിംഗ് പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പിക്ചർ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് ആ നമ്മൾ വെച്ചിട്ടുള്ള പിക്ചറിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നമ്മൾ ചെയ്തിട്ടുള്ള പിക്ചറിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് കട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇതിൽ കട്ട് ചെയ്ത് നിങ്ങൾ കാണുന്നില്ലേ, അതുപോലെ കുറച്ചു ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ.
അപ്പം 4 ഞാൻ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റിക്കർ റെഡി. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഒട്ടിച്ച് തരാമെന്നും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ആ ബേക്കിംഗ് പേപ്പർ ഒന്ന് പീൽ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കതെങ്ങനെയുള്ളതെന്ന് മനസ്സിലാവും. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പാരൻസിന് കുട്ടികൾക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഗേൾസൊക്കെ ആണെങ്കിൽ കുട്ടികൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.